കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇലോൺ മസ്ക്, പുതിയ തലമുറയിലെ കുട്ടികൾക്കറിയാം ഇലോൺ മസ്ക് ആരാണെന്ന്. ലോകത്തിലെ കോടീശ്വരൻ മാത്രമല്ല, ആധുനിക ടെക്നോളജിയുടെ വക്താവ് കൂടിയാണ്. ടെസ്ല കാറിന്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഒരു വർഷം മുമ്പ് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയെ അറിയിച്ചത് ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമില്ല എന്നാണ്. ബുദ്ധിമാനായ ഇലോൺ മസ്കിന് അറിയാം, താൻ കൂടിക്കാഴ്ച നടത്തേണ്ടയാൾ അധികാരത്തിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇയാളെ കാണേണ്ടതില്ല എന്നാണ് ഇലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തിലെ മീഡിയകളുടെ ഒരു പൊതു ട്രെൻഡ് അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നമുണ്ട്. ഒരു 10 കൊല്ലക്കാലം സംഘപരിവാർ ഇന്ത്യ ഭരിക്കുമ്പോഴേക്കും നമ്മൾ നിരാശരാവുകയാണ്. വല്ലാത്ത ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരെ പോലെ പെരുമാറുകയാണ്. പക്ഷെ ഓർക്കേണ്ടത് 90 കൊല്ലം കണ്ണിലെണ്ണയൊടിച്ച് RSS കാത്തിരുന്നിട്ടാണ് 10 വർഷം RSSന് ഭരണം കിട്ടുന്നത്. 2025 വരുമ്പോഴേക്കും ഇന്ത്യയിൽ RSS ജന്മം കൊണ്ടിട്ട് ഏകദേശം 100 വർഷം ആവുകയാണ്. 90 വർഷം RSS കാത്തിരുന്നിട്ടാണ് അവർക്ക് രാജ്യത്തിന്റെ ഭരണം കിട്ടിയത്. 10 കൊല്ലം ആ ഭരണം വരുമ്പോഴേക്കും നമ്മൾ മടുക്കുകയാണ്. ഏകദേശം 3 നൂറ്റാണ്ട് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അധികാരം കിട്ടാൻ നമ്മളിൽ എത്ര പേർ, നമ്മുടെ വല്യച്ഛന്മാർ, വല്യാപ്പമാർ അവരുടെ ജീവിതത്തെ ഹോമിച്ചു കളഞ്ഞിട്ടുണ്ട്. നിരന്തരമായ സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഉപ്പ് കുറുക്കുക എന്ന് പറയുന്ന സമരത്തിന്റെ സാങ്കത്യത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. സമരത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ വ്യതിയാനങ്ങളുടെ പേരിൽ ശങ്കയുള്ളവരാവുകയല്ല, ഈ രാജ്യത്തിലെ പുതിയ ലോകത്തെക്കുറിച്ചുമുള്ള ആത്മവിശ്വാസമുള്ളവരാവുകയാണ് ചെയ്യേണ്ടത്. RSS ഐഡിയോളജിയിൽ പരാജയപ്പെടുകയും വോട്ടിനെ ഭിന്നിപ്പിച്ച് ജയിക്കാൻ കഴിയുകയും ചെയ്തു എന്നതാണ് 10 വർഷക്കാലം നമുക്ക് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയത്. 15% ഇന്ത്യയിലെ BJPയുടെ വോട്ട്, 16%. നമ്മുടെ കുട്ടികളോ നമ്മുടെ പ്രവർത്തകരോ വേണ്ട വിധത്തിൽ ആലോചിക്കാതെ പോകുന്ന ഒരു രാഷ്ട്രീയവും കണക്കും അതാണ്. 15% വോട്ട് കൊണ്ട് ഇന്ത്യ ഭരിക്കുക 10 കൊല്ലം, 85% വിഭജിച്ചു നിർത്താൻ കഴിയുക. അവിടെയാണ് RSSന്റെ തന്ത്രം ജയിക്കുകയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര സമൂഹം തോൽക്കുകയും ചെയ്തത്. നിങ്ങൾ ഓർത്തു നോക്കൂ, BJPയുടെ ഇന്റേണൽ സർവേ വന്നു. നിലവിലുള്ള 165 സീറ്റിൽ BJP തോൽക്കുമെന്ന് BJPയുടെ ഇന്റേണൽ സർവേ പറഞ്ഞു. അതിനേക്കാൾ ശ്രദ്ധേയമായ ആ സർവേയിലെ ഒരു കാര്യമുണ്ട്, അതാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. BJPയുടെ സർവേയിൽ പറയുന്നത്, ഇന്ത്യയിൽ RSS 10 കൊല്ലക്കാലം RSSന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യ ഭരിച്ചെങ്കിലും ഇന്ത്യയിൽ നടത്തിയ സർവേയിൽ 79% ഹിന്ദുമത വിശ്വാസികൾ ഈ രാജ്യം മതേതരമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതേതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്കല്ല, BJPയുടെ ഇന്റേണൽ സർവേയാണ്. എന്നാൽ ഈ രാജ്യം മതാധിഷ്ഠിതമായി നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഹിന്ദു വിഭാഗം 11% മാത്രമേ ഉള്ളൂ എന്നാണ്. ഇന്ത്യ പ്രതീക്ഷാ നിർഭരമാണെന്ന്, ഈ രാജ്യത്ത് 10 കൊല്ലക്കാലം RSSകാരന് ഭരിക്കാൻ കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിലെ 20% പോലും പിന്തുണ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും, ഭരിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് കരുത്തു വരികയും ചെയ്യുന്നു എന്നാണ്. അതിന്റെ ഫലമാണ് NRC മാനിഫെസ്റ്റോയിൽ നിന്ന് BJPക്ക് പിൻവലിക്കേണ്ടി വന്നത്. നിങ്ങളൊക്കെ NRC സമരങ്ങളിൽ തരത്തിലായി പെട്ടവരാണ്. അതിലെ കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിൻവലിക്കാതിരുന്നപ്പോൾ ആ കേസുകൾ ഇപ്പോഴും തുടരുന്നവരാവാം. പക്ഷെ കോഴിക്കോട് കടപ്പുറത്ത്, നമ്മളുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ജാമിയ മില്ലിയയിൽ, അവിടങ്ങളിലൊക്കെയും സമരം നടന്നു. ആ സമരങ്ങൾക്ക് ഫലമുണ്ട് എന്നതുകൊണ്ടാണ്. ആ സമരങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തിലെ ഭരണകൂടത്തിന് എന്നതുകൊണ്ടാണ് BJPക്ക് NRCയിൽ നിന്ന് അത് കൊണ്ടുവരില്ല എന്ന് പറയേണ്ടി വന്നത് എന്നതും സമരങ്ങളുടെ രാഷ്ട്രീയത്തെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കുക, രാഹുൽ ഗാന്ധിയുടെ നടത്തം. ജനാധിപത്യത്തിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നതിന്, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടതിന്, നിങ്ങൾ ഈ ഇരിക്കുന്നതിന്, ഈ കൂടിച്ചേരലുകൾക്ക്, നിങ്ങളുടെ സംഘപ്രവർത്തനങ്ങൾക്ക്. ഓർത്തു നോക്കൂ, രാഹുൽ ഗാന്ധി ഈ വഴി കടന്നു പോകുമ്പോ, EMSന്റെ നാട്ടിലൂടെ കടന്നു പോകുമ്പോ മാർക്സിസ്റ്റുകാർ എഴുതി വെച്ച ഒരു ബാനറുണ്ട്, പൊറാട്ട തിന്നാൻ നടക്കുന്ന ജാഥ എന്നാണ്. ആ ജാഥയാണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നിട്ട് രാഹുൽ ഗാന്ധി തന്റെ ജോഡോ യാത്രയുടെ ആദ്യ യാത്ര സമാപിക്കുന്നത് കാശ്മീരിലാണ്.
കാശ്മീരിലാണ്. ആ ജാഥ സമാപിക്കുമ്പോ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ജീവിതത്തിൽ നമ്മൾ മറക്കാതെ പോകുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകും. അത്തരമൊരു മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാശ്മീരിലെ പ്രസംഗം. എനിക്ക് അത്ര ഫ്ലുവന്റായി ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷാ നൈപുണ്യം എനിക്കില്ല. പക്ഷെ രാഹുലിന്റെ ആ വാക്കുകൾ ഹൃദയം കൊണ്ടായിരുന്നത് കൊണ്ട് അത് മുഴുവൻ എത്രയോ തവണ ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ വാക്കുകൾ എത്ര കൃത്യതയോടെ പറയുന്ന ഓരോ ഇടവും ഉണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ മുട്ടുകാലിലെ വേദന, എന്റെ കാലിന്റെ വേദന, അത് മറന്നുപോയത് ജനങ്ങൾ തന്ന പിന്തുണയാണ് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ ചേർത്ത് പിടിക്കാൻ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തുള്ള ചെളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബലാത്കാരം ചെയ്യപ്പെട്ട സ്ത്രീകൾ തന്റെ മുമ്പിൽ വന്ന് വിതുമ്പിയത് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു ചെറിയ സ്നേഹത്തിന്റെ കടയെങ്കിലും തുറക്കാൻ പുറപ്പെട്ട ജാഥ, ആ ജാഥക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യത്തിലെ ഒരു സമരവും വൃഥാവിലായിട്ടില്ലെന്ന്, ഒരു സമരവും തെറ്റായ വഴിയിലേക്ക് പോയിട്ടില്ലെന്ന് തിരിച്ചറിയേണ്ടുന്ന സമയം കൂടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരാരവം കഴിഞ്ഞ് ഇനി വലിയ ഒരു ആരവത്തിന് കാത്തിരിക്കുന്ന ഈ സമയത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തമാശ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും എനിക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്ന ഒരു തമാശ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും, ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സ്റ്റേജിലും ഞാനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും ആർക്കും അത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു തമാശ, എത്രമേൽ പരിഹാസ്യമായ മുദ്രാവാക്യമാണ് ഇടതുപക്ഷം ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ അത് ദീർഘമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇതെന്തൊരു തമാശയാണ്. CPM ആണ് മുദ്രാവാക്യം വിളിക്കുന്നത്, പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യമാണ്. ഇടതിന്, CPM-ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ റോൾ എന്താണ്? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ത്രിപുര പോയ, ബംഗാൾ പോയ ആ CPM-നെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ബംഗാളിൽ ഉണ്ടായിരുന്ന, ത്രിപുരയിൽ ഉണ്ടായിരുന്ന, കേരളത്തിൽ ഉണ്ടായിരുന്ന CPM-ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലോ ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലോ ഉണ്ടായിരുന്ന റോൾ എന്താണ്? ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ലതല്ല. ഇന്ത്യയിൽ ഇടത് എന്താണ് ചെയ്തത്? ഇന്ത്യക്ക് വേണ്ടി ഇടത് എന്താണ് ചെയ്തത്? 1942 സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുന്ന സമരങ്ങളിൽ രൂക്ഷമായ ഒരു സമരമായിരുന്നത് ക്വിറ്റ് ഇന്ത്യയാണ്. ഗാന്ധിജിയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും സമ്മോഹനമായ ചരിത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ റോൾ എന്താണ്? അവരെന്താ ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ആ സമരത്തെ മുച്ചൂടും പരിഹസിക്കുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മാണത്തിലെ സമരങ്ങളിൽ പങ്കുണ്ടായിരുന്നു? ഇല്ല. 1947 നിരവധി സമരങ്ങളുടെ ഫലമായി ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്, രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. 47 ഇന്ത്യയിലെ 2 സംഘടനകളാണ് കരിദിനമായി ആചരിച്ചത്. ഒന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ, മറ്റൊന്ന് ഇന്ത്യയിലെ RSS. സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ചവന് ഇന്ത്യയില്ലെങ്കിൽ, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറയാൻ എങ്ങനെയാണാവുക? ഈ രാജ്യത്തിന് 3 കളറുള്ള പതാകയുണ്ട്. നമ്മുടെ പതാക, ഈ രാജ്യത്തിനെ കൊണ്ടുവന്ന പതാക ഇവിടുത്തെ CPM-കാരിൽ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് 70 കൊല്ലം സ്വതന്ത്ര ഇന്ത്യ അതിന്റെ വഴിയിൽ യാത്ര നടത്തിയതിനു ശേഷമാണ്. ആ 70 കൊല്ലം നിങ്ങൾക്ക് ഈ കൊടിയില്ല, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഒരു CPM-ന്റെ ഓഫീസിലും സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്നുവരെ ഇന്ത്യയുടെ പതാക 70 കൊല്ലം വരെ അവർ ഉയർത്തിയിട്ടില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നതിന്റെ ഈ പൊട്ടത്തരത്തെ നിങ്ങൾക്ക് അതുകൊണ്ട് നിർവചിക്കാൻ കഴിയുമോ? ഒരു രാജ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 4 അതിര്, ഭൂവിസ്തൃതി, അതിനൊരു ചക്രവർത്തി, ഒരു ഭരണാധികാരി അല്ല. ഒരു രാജ്യമാവാം, പക്ഷേ ഒരു രാജ്യം രാഷ്ട്രമാകുന്നത് അതിനൊരു ഭരണഘടന കിട്ടുമ്പോഴാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ട്. ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് ആ ഭരണഘടന ഉണ്ടായത്. ഞങ്ങളുടെ അഭിമന്യനായ നേതാവ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ ഭരണഘടനയുടെ നിർമ്മാണ വേളകളിൽ അതിൽ പങ്കുവഹിച്ചവരാണ്. ഞാൻ ചോദിക്കുന്നത്, ഭരണഘടനയ്ക്ക് വേണ്ടി ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണഘടന അസംബ്ലിയോട് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ റോൾ എന്തായിരുന്നു? നിങ്ങൾ ആ ഭരണഘടനയെ പുറകിൽ നിന്ന് കുത്തിയവരും അംഗീകരിക്കാത്തവരുമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവന്
എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയുണ്ടാവില്ല എന്ന് പറയാൻ കഴിയുക? 948 കൽക്കത്ത തീസിസ്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമായ ഉടനെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൽക്കത്ത തീസിസ് കൊണ്ടുവന്ന് സായുധ വിപ്ലവം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാനാവുക? 967 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി. ഈ രാജ്യം 47 സ്വതന്ത്രമായി 20 വർഷം കഴിയുമ്പോഴേക്കും ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ അതിന്റെ നേതാവ് EM ശങ്കര നമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായം എന്തായിരുന്നു? ചൈന ചൈനയുടേതെന്ന്, ഇന്ത്യ ഇന്ത്യയുടേത് എന്ന് പറയുന്ന സമരമാക്കി, ആ സമരത്തമാക്കി മാറ്റി ചൈനയ്ക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാനാവുക? ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ, പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത്. നെഹ്റുവിന്റെ ഗാന്ധിയൻ സ്പർശത്തോടുകൂടിയുള്ള ഗ്രാമങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചവത്സര പദ്ധതികൾ. ആ പദ്ധതികളാണ് രാജ്യത്തെ കർഷകോത്സുകമാക്കി മാറ്റിയത്, ഈ നാടിന്റെ ഗ്രാമങ്ങളെ സജീവമാക്കിയത്, ഈ നാട്ടിൽ ഡാമുകൾ വന്നത്, ആ ഡാമുകൾ വഴി വയലേലകളിൽ വെള്ളം നിറച്ചത്. അന്നത്തെ കാലത്ത് പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി ഇവിടുത്തെ വയലുകളിലേക്ക് ട്രാക്ടറുകൾ ഇറങ്ങിയപ്പോ തെരുവുകളിൽ നിന്ന് സമരവുമായി രംഗത്ത് വന്നത് CPM അല്ലേ? ഈ രാജ്യത്തിന്റെ കർഷകർ ഈ രാജ്യത്തെ സമ്പുഷ്ടമാക്കുമ്പോൾ, ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ റോൾ എന്താണ്? ട്രാക്ടറിനെതിരെ സമരം ചെയ്തവർ. നിങ്ങൾ എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല എന്ന മുദ്രാവാക്യം ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ നിങ്ങൾക്കാവുക? ഓർത്തു നോക്കൂ സഖാക്കളെ, രാജീവ് ഗാന്ധി ഈ രാജ്യത്തെ കമ്പ്യൂട്ടർവൽക്കരിക്കാൻ ശ്രമിച്ചു. ലോകം മുഴുവൻ മാറുകയാണ്, ഇന്ത്യക്കും മാറേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്കൂളുകൾ, ഇന്ത്യയുടെ ജോലി സ്ഥലങ്ങൾ, ഇന്ത്യയുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും, രാജ്യത്തിന്റെ പാർലമെന്റ്, അസംബ്ലി എല്ലാം കമ്പ്യൂട്ടർവൽക്കരിക്കണമെന്ന പടിപടിയായുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ പരിശ്രമങ്ങളെ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം വഴി രാജ്യത്തിന്റെ പുരോഗമനത്തെ തടുക്കാൻ വന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാനാവുക? 984 CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ പ്രമേയമാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്നത്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ രാജ്യത്തിന് ചില മൗലികതകളുണ്ട്. അതെന്താണ്? സെക്യുലാരിസം എന്ന് നമ്മൾ പറയുമ്പോൾ യൂറോപ്യൻ അതിനെ മതനിരാസമായി കാണുന്നു. എന്നാൽ ഇന്ത്യയുടെ സെക്യുലാരിസം ഇൻക്ലൂസീവ് ആയിട്ടുള്ള, മതങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന, എല്ലാ മതങ്ങളും 4599 ജാതിയും മതങ്ങളും 325 ഭാഷ, വ്യത്യസ്തമായ കൾച്ചറുകൾ, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന, പരസ്പരം ബഹുമാനിക്കുകയും എന്നാൽ അവനവന്റെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് മതങ്ങളുടെ സങ്കലനത്തിൽ നിൽക്കുന്ന രാജ്യത്തെ 984 പ്രമേയം കൊണ്ട് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ താല്പര്യം നിൽക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾ ആലോചിക്കുക, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും, എല്ലാ സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെ മുച്ചൂടും എതിർത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയാനാവുക? ഏറ്റവും അവസാനം 10 കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള ആണവ കരാർ. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, ഈ ആണവ കരാർ നിങ്ങൾ എതിർക്കുക മാത്രമല്ല, UPA ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ ആ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് അണ്ണാ ഹസാരെ എന്ന് പറയുന്ന പടുകിഴവൻ കാട്ടുകള്ളന്റെ കൂടെയും അതുപോലെ തന്നെ ആ സ്വാമിയുടെയും കൂടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തെരുവിലേക്ക് CPM ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം ആണവ കരാറിനെതിരെ എന്നാണ്. എന്നാൽ 10 കൊല്ലത്തിന് ശേഷം CPM-കാരാ ചെവിയിൽ നുള്ളി ഓർത്തു നോക്ക്, 10 കൊല്ലം ആണവ കരാർ ഇന്ത്യ രാജ്യത്തിനുണ്ടാക്കിയ അപകടം എന്താണ്? കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്, ഇത്തിരി മാസങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ അവസാനിച്ചിട്ടുള്ള COP28 ഉണ്ട്, അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം. ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയുമോ? കാർബൺ ലെസ് ആയിട്ട് ഒരു രാജ്യത്തെ മാറ്റാൻ ഏറ്റവും നല്ല എനർജി എന്ന് പറയുന്നത്, ആ എനർജിയുടെ പേര് ആണവോർജം എന്നാണ്. എന്ന് വെച്ചാൽ ട്രാക്ടറിനെതിരെ സമരം ചെയ്ത നിങ്ങളുടെ പൊട്ടത്തരം പോലെ, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത നിങ്ങളുടെ പൊട്ടത്തരം പോലെ ഇതാ പുതിയ സമരവും ചീറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ മൻമോഹൻ സിംഗിന്റെ ആണവ കരാറിനെ എതിർത്ത നിങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് ആ മേഖലയിൽ, ഊർജ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ 10 കൊല്ലം മുമ്പ് എതിർത്ത നിങ്ങൾക്ക് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവുക? സഖാവേ, ആ മുദ്രാവാക്യത്തെ നിങ്ങളൊന്ന് മാറ്റേണ്ടത്
കേരളമില്ലെങ്കിൽ CPM ഇല്ല എന്ന് വായിക്കുന്നതാവും നന്നാവുക. കാരണം ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ലാത്തത് കൊണ്ട് അത് മാത്രം പറയുന്നതാവും നിങ്ങൾക്ക് നന്നാവുക. ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു പങ്കാളിത്തം ഓർത്തു നോക്കൂ നിങ്ങൾ. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് വലിയ ബടായി പറഞ്ഞ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം തടിയെടുത്തു. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാവരോടും പറഞ്ഞു, CPM-ന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്തുള്ള റോള് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ഡയറി ഒന്ന് അടിച്ചു മാറ്റിയാൽ മതി. ഞാൻ അന്ന് പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് ബാലുശ്ശേരിയിൽ ഞാൻ പറഞ്ഞു. ആ പ്രോഗ്രാം ഡയറി നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിന് എന്താ പരിപാടി. അതുവരെയല്ലേ പൂനൂരിലേക്കും പിന്നെ കോഴിക്കോടേക്കും ട്രിപ്പ് അടിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പോകുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾ തലപൊക്കുന്നുണ്ടെങ്കിൽ അവർ പൊക്കിയ ഉടനെ മുദ്രാവാക്യം വിളിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. ആ ധാരയിലാണ്. പിന്നെ എന്തിനായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ രാഹുലിനെ ചീത്ത വിളിച്ചത്, രാഹുലിനെ ചീത്ത പറഞ്ഞത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഏതൊക്കെ സ്റ്റേറ്റിലാണ് CPM-കാരെ ബാക്കിയുള്ളത്? കേരളമല്ല, ഉത്തർപ്രദേശിൽ ബാക്കിയാണ്, മഹാരാഷ്ട്രയിൽ ബാക്കിയാണ്, രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടകയുടെ ഒരു ഭാഗം ബാക്കിയാണ്, ബീഹാറിൽ ബാക്കിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് നിർണായകമായി തീരുമാനിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് ബാക്കിയാണ്. പിണറായി വിജയൻ ആരാണ് എന്താണ് എന്നതല്ല വിഷയം. ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. മറ്റു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓളം എത്ര വലുതാണ്. ഈ മുഖ്യമന്ത്രി എന്തേ പോവാത്തത്? പോയാൽ കോൺഗ്രസിന് വോട്ട് ചോദിക്കേണ്ടി വരും, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും. അങ്ങനെ വോട്ട് ചോദിച്ചാൽ പിണങ്ങാൻ വേറെ ആളുകളുണ്ട്. ഇപ്പോഴും നരേന്ദ്രമോദിയെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഇപ്പോഴും BJP-യെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അയാൾക്ക് ഭയമാണ്, അയാൾക്ക് ഇപ്പോഴും ഭയമാണ്. ആ ഭയമല്ലാതെ എന്ത്? തന്റെ മകളും താനും കൂടെ ജയിലിലായി പോകുമോ എന്ന പേടിയല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സ്റ്റേറ്റിന്റെ അധിപനായ ഒരു മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നേരെ UAE-യിലേക്ക് പോയത്? സഖാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ആവശ്യം. അവിടെ UAE-യിൽ എന്താണ് തെരഞ്ഞെടുപ്പ്? KMCC-ന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ തെരഞ്ഞെടുപ്പാണ്? വേറെന്താ അവിടെ ഉള്ളത്? അവിടെ നിന്ന് കറങ്ങാം. നിങ്ങൾ അത് കറങ്ങാൻ പോകുമ്പോ AK ബാലന്റെ ഒരു ഗംഭീര ട്രോളുണ്ട്. ബാലൻ എപ്പോഴും ഇയാളെ ട്രോളാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ എന്തെങ്കിലും കാട്ടി വോട്ട് ചെയ്യണം. എന്തിനാണ്? ചിഹ്നം രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ എലിപ്പട്ടിയായി പോകുന്നു പറഞ്ഞത് ഇതേ ബാലനാണ്. ആ ബാലൻ മുഖ്യമന്ത്രി പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു ട്രോൾ ഉണ്ട്. എന്താ പറഞ്ഞത്? പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം 6-ാം ദിവസം വിശ്രമിച്ചില്ലേ, അപ്പൊ പിണറായി വിജയനെ വിശ്രമിക്കേണ്ടെന്നാണ്. ഇതിനേക്കാൾ വലിയൊരു ട്രോള് പിണറായി വിജയനെ പോലെ ഒരാൾക്കെതിരെ അദ്ദേഹത്തിന് ഉന്നയിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ പറയണത് പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം 6-ാം ദിവസം വിശ്രമിക്കാൻ പോയി. പിണറായി വിജയൻ വിശ്രമിക്കേണ്ടതാണ്. പിണറായി വിജയൻ ഉണ്ടാക്കിയത് പ്രപഞ്ചമല്ല, പിണറായി വിജയൻ ഉണ്ടാക്കിയത് മക്കൾക്കും മരുമക്കൾക്കും ആഹ്ലാദിച്ചു ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സാമ്രാജ്യമാണ് എന്ന് നന്നായിട്ട് ബാലൻ അറിയാം. അതുകൊണ്ട് ബാലൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തെ ഒന്ന് ട്രോളിയതാണ്. ഞാന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മോഡിയുടെ ഭയം മാത്രമല്ല, കേന്ദ്ര നേതൃത്വം പിണറായി വിജയനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ പോണ്ട, എവിടെ പോയിട്ടും പങ്കെടുക്കണ്ട, എങ്ങനെങ്കിലും ഇന്ത്യ മുന്നണി വരാനുള്ള സാധ്യത കൂടി വരികയാണ്. ഈ മാൻഡ്രയ്ക്ക് പോയാൽ ഉള്ളതും പോകുമെന്ന് ആളുകൾക്ക് നന്നായിട്ട് അറിയാം. കാരണം പോയത് നിങ്ങൾക്കറിയാലോ, തെലുങ്കാനയിൽ പോയതാണ്, ഒരു പോക്ക് പോയതാണ്. ആരായിരുന്നു? പിന്നെ തെലുങ്കാനയിൽ എന്താ KCR തെലുങ്കാനയുടെ മുടിചൂട മന്നനായി ഇങ്ങനെ വലച്ചു നിൽക്കുന്ന സമയത്ത് KCR രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കാശ്മീരിൽ അവസാനിക്കുന്ന ദിവസം KCR തെലുങ്കാനയിൽ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ യോഗത്തിൽ കേരളത്തിൽ നിന്ന് പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്ന് KCR-നെ ഒറ്റ കെട്ടിപ്പിടുത്തം പിടിച്ചതാണ്. അന്ന് വീണതാ KCR, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹത്തിന്റെ 10 കൊല്ലം കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് KCR-നെ തോൽപ്പിച്ച് തെലുങ്കാന പിടിച്ചു. KCR ഔട്ടായി. അതുകൊണ്ട് ഈ സീനിയർ മാൻഡ്രാക്കിനെ ഇന്ത്യയിൽ എവിടെയും കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് CPM-ന്റെ തന്നെ നേതൃത്വമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. അഹമ്മദ് സാഹിബൊക്കെ പിന്നെ പലപ്പോഴും എന്താണ് അവരുടെ ST-യുടെ ഒക്കെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, മാർക്സിസം ഫാഷിസം എന്ന് പറയുന്നത്. സത്യത്തിൽ അത് പറയുമ്പോഴുള്ള സാങ്കത്യക്കുറവൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ വ്യത്യാസമായി നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്?
മാർക്സിസവും കമ്മ്യൂണിസവും എത്ര മനോഹരമായിട്ടാണ് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒരേപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇപ്പോ കെജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങി, ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തു പകർന്നുകൊണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങി. എന്തായിരുന്നു കെജ്രിവാളിന്റെ പേരിലുള്ള കേസ്? കെജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങുമ്പോ CBIയുടെ 40ാമത്തെ തവണത്തെ കേസ് മെനഞ്ഞാന്ന് ഹൈക്കോടതി മാറ്റിവെച്ചു. 40ാമത്തെ തവണ. ഞാൻ ഇന്നലെ പത്രം വായിക്കുമ്പോഴാണ് അത് കാണുന്നത്. പിന്നെയും നീട്ടിവെച്ചിരിക്കുന്നു ലാവ്ലിൻ കേസ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേസ് നടന്നിട്ടില്ല. 40 തവണ പ്രതി ഹാജരാവാതെ ആ കേസിനെ നീട്ടിക്കൊണ്ടുപോവുക. എന്തായിരുന്നു കാരണം? നിങ്ങൾ തമ്മിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും പിണറായി വിജയന്റെ കേസിനെ പിന്നെയും നീട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നതിൽ ഒരു സാങ്കത്യക്കുറവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലാവ്ലിൻ കേസ് അത് മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതികൾ നിങ്ങൾ പരിശോധിക്കുക. ഓരോ പദ്ധതികൾ കേരളയിൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഇസ്മായിലൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ കേരളയിലെതിരായി. അവരൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ, കോൺഗ്രസ് പ്രവർത്തകന്മാർ, RMPയുടെ പ്രവർത്തകന്മാർ, കേരളത്തിലെ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഒക്കെ ചേർന്നിട്ടുള്ള സമരമുണ്ടായിരുന്നു. സിൽവർ ലൈൻ എതിരായി ഉണ്ടായിരുന്ന സമരം. ഞാൻ ചോദിക്കുന്നത്, ആ കേരളയിൽ പദ്ധതിയുടെ കൺസൾട്ടൻസിയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടിയുടെ ഉറുപ്പിക മാറ്റി ആ പദ്ധതി വെള്ളത്തിലാണ്. പക്ഷെ ആ പണം അവിടെ? ആ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. K-Phone ഞങ്ങൾ പറഞ്ഞു, ഞാൻ K-Phone വന്ന സമയത്ത് പറഞ്ഞു ഇത് അസംബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ എന്തായിരുന്നു നിങ്ങൾ K-Phone എന്ന് പറഞ്ഞത്? കേബിൾ വലിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് കേബിൾ കണക്ഷൻ കൊടുത്തിട്ട് ആ കേബിൾ വഴി നിങ്ങളുടെ വീട്ടിൽ നെറ്റ് കണക്ഷൻ തരിക എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റ് കേബിൾ ഉണ്ട്. ഏഷ്യാനെറ്റ് കേബിൾ നിങ്ങൾ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ TV കണക്ഷന്റെ കൂടെ നിങ്ങൾക്ക് നെറ്റും ഏഷ്യാനെറ്റ് കേബിൾ തരാറുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് കേബിളിന്റെ കാര്യമില്ലല്ലോ. വീട്ടിൽ TV വെച്ചാൽ എന്തെല്ലാം ഉണ്ട്. ആമസോൺ ഉണ്ട്, പ്രൈം ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്. 100 കണക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കാണാൻ ഒരുപാട് സംവിധാനങ്ങൾ ഒരു കണക്ടിവിറ്റിയും ഇല്ലാതെയുണ്ട്. എന്നാൽ ഇനി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഈ ഇലോൺ മസ്ക് അടക്കമുള്ളവർ, ആമസോൺ അടക്കമുള്ളവർ, കുയിപ്പർ അടക്കമുള്ളവർ എല്ലാവരും ചേർന്ന് അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. ആമസോൺ അത് യഥാർത്ഥത്തിൽ എന്താണ്? ആകാശത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് വരുന്ന ഇന്റർനെറ്റാണ്. ഏറ്റവും ആധുനികമായ ഇന്റർനെറ്റ് ഫെസിലിറ്റി അതാണ്. ആ ഫെസിലിറ്റി ലോകത്തിലെ 37 രാജ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ K-Phone കൊണ്ടുവരിക എന്തൊരു അസംബന്ധമാണ്. ഈ വയറും വലിച്ചിട്ട് എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുക്കുക. ആ വയറ് വലിക്കാൻ എത്ര കോടി, ആയിരക്കണക്കിന് 1 കോടിയുടെ രൂപ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. ഞാൻ ചോദിക്കുന്നത്, K-Phone വന്നാൽ നിങ്ങളുടെ പൂനൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്റർനെറ്റ് കൊടുക്കുമെന്നായിരുന്നു വാദം. ആ ഇന്റർനെറ്റ് പൂനൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിട്ടുന്നുണ്ടോ? PTA പറയുന്നത് നിങ്ങൾ പൈസ അടക്കണമെന്നാണ്. എന്തിനാ പൈസ അടച്ചിട്ട് നിങ്ങളുടെ ഈ പോവാത്ത ഇന്റർനെറ്റ് വാങ്ങുന്നത്? K-Phone വഴി കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് എത്തുമെന്ന് പറഞ്ഞു. ഏത് വീടുകളിൽ കിട്ടി? ഏത് ഗവൺമെന്റ് ഓഫീസിൽ കിട്ടി? പക്ഷെ K-Phoneന് വേണ്ടി ചെലവഴിച്ച കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പോൾ പൂർണ്ണമായി വെള്ളത്തിലായി. അത് കഴിഞ്ഞ് ബസ് വന്നു. ഒരു എന്താണ്, എല്ലായിടത്തും കണക്ടിവിറ്റി ഉള്ള ബസ് വരാൻ പോണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്യാമറ വന്നു. പിന്നെ ഇങ്ങനെ കുറെ കെ എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ. ഈ ബോംബെയിൽ പോയാൽ ഡി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടേഷൻ ഗ്രൂപ്പാണ്. ആളെ കൊല്ലണമെങ്കിലും തട്ടണമെങ്കിലും ഒക്കെ കൊടുക്കാവുന്ന വലിയ കൊട്ടേഷൻ ഗ്രൂപ്പാണ്. പിണറായി വിജയന്റെ കമ്പനി പക്ഷേ കക്കാനുള്ള കമ്പനിയാണ്. രാജ്യത്തെ എന്തൊക്കെ ഏജൻസികളെ കിട്ടുമോ ആ ഏജൻസികളെ കൊണ്ടുവരിക, മോഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന കമ്പനിയുടെ പേരാണ് കമ്പനി എന്ന് പറഞ്ഞ് കേരളത്തിൽ. അവിടെ ഇത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലായിടത്തും ഈ അഴിമതിയുടെ മൂർത്തഭാവം ഒരു ഭാഗത്ത് വലിയ പ്രയാസം മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജാക്കന്മാരെ പോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പെരുമാറുക മനുഷ്യരോട് സാമാന്യ മര്യാദയോടെ. ഇപ്പോ ഇതൊരു യന്ത്രമാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു യന്ത്രമാണ്, മൈക്ക് സെറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു എത്ര വിചാരിച്ചാലും ഈ മൈക്ക് സെറ്റ് നമ്മൾ വലിയ ഗംഭീരമാണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടായാൽ ഇതിന് കുഴപ്പമുണ്ടാവാം. ഈ സ്റ്റാൻഡ് ഒടിഞ്ഞു വീണേക്കാം. പലതും സംഭവിക്കാറുണ്ട്. സാധാരണ നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോണ ആളുകൾ എത്രയൊക്കെ ഇത് കാണുന്നുണ്ട്. മൈക്ക് എത്ര തവണ കേടാവാറുണ്ട്. ഒരു മൈക്കിന്റെ ഓപ്പറേറ്റർ ഒരു ജോലിക്കാരനാണ്. ഇവിടെയുള്ളവരും ജോലിക്കാരാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട യാത്രയിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ ജോലികളാണ്. ആ മൈക്കിനൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ അവരെ വിളിച്ച് ചീത്ത പറയുക, ആക്ഷേപിക്കുക. പത്രക്കാരനെ നേരെ മുമ്പിൽ ഇരുത്തിയിട്ട് നിങ്ങളെ
ഏറ്റവും മോശമായ വൃത്തികേട്. കേൾക്കേണ്ടത് തന്നെ കേട്ടു എന്നുള്ളത് കൊണ്ട് ഒരു ആശ്വാസം എന്നല്ലാതെ എല്ലാവരെയും തെറി വിളിക്കുക ഒരു ഭാഗത്ത്. അത് മുഖ്യമന്ത്രി മാത്രമാണോ? തിരുവനന്തപുരം മേയറും നിങ്ങളുടെ ബാലുശ്ശേരിയിലെ MLA-യും കൂടെ 2-3 ദിവസം മുമ്പ് കാട്ടിക്കുട്ടിയ പരാക്രമം നിങ്ങൾ കണ്ടില്ലേ? ഒരു ഡ്രൈവർ, അയാൾ പറയുന്ന സങ്കടമുണ്ട്. അയാൾക്ക് ഒരു മകനാ ഉള്ളത്, ഒറ്റ മകൻ, ഭാര്യയില്ല. മകനെ പോറ്റുന്നത് അയാൾ ഈ ജോലി എടുത്തിട്ടാണ്. അവരോട് യാചിക്കുന്നുണ്ട്. ഈ മഹാരാജാക്കന്മാർ റോട്ടിൽ ഇറങ്ങിയാൽ വണ്ടി എടുത്തിറങ്ങുന്നവർ സൂക്ഷിക്കണം, മൈക്രോ ഓപ്പറേറ്റർമാർ സൂക്ഷിക്കണം, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സൂക്ഷിക്കണം, ബസ് ഡ്രൈവർമാർ സൂക്ഷിക്കണം. കാരണം രാജാവും മഹാറാണിയൊക്കെയാണ് എഴുന്നള്ളുന്നത്. ഇതെന്തൊരു തോന്നിവാസമാണ്, എന്തൊരു അതിക്രമമാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഡ്രൈവറെ പറയാത്ത തെറിയില്ല, ആക്ഷേപമില്ല. എന്നിട്ട് ആ ബസ്സിനകത്തുള്ള അവിടുത്തെ ക്യാമറ കാണാതെയാവുക. ആരാണതിൽ പ്രതികൾ എന്നത് കൊണ്ടാണ് കാണാതെയാവുന്നത്. ആ ഡ്രൈവറുടെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിൽ ആ ക്യാമറ നമ്മൾ കാണും. പക്ഷെ ആ ക്യാമറ നശിപ്പിച്ചു, അത് നശിപ്പിച്ചു, CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യന്റെ ജോലി കളഞ്ഞ്, ഓർക്കണം നിങ്ങൾ, ഒരു മേയറും ഒരു MLA-യും, താനൂരിലെ ഒരു MLA ടോൾ ബൂത്തിൽ കയറി ടോൾ ബൂത്തിലുള്ളവരോട് വലിയ പരാക്രമം ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഇവരുടെ വിചാരം എന്താണ്? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന മോദിയുടെ അഹങ്കാരത്തിനോട് ഒപ്പിച്ചു നിന്നാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കൂട്ടാളികളും ഇവിടെ അതിക്രമങ്ങൾ കാണിക്കുന്നത്. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നേരം തീരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ ബാക്കി ഉണ്ടാവും എല്ലാവരും. ഈ ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഒക്കെ ഭാഷ്യം എത്ര കാലം കൊണ്ടു നടക്കാമെന്നാണ് രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ഭാഗത്ത് ഏറ്റവും കടുത്ത അതിക്രമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ ഓർത്തു നോക്ക്, ഈ സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ബോഡിയായി വന്നതാണ്. എന്ന് വെച്ചാൽ ബാങ്കിങ് സംവിധാനങ്ങൾക്ക് ബദലായി ഗ്രാമങ്ങളുടെ ഒരു സാമ്പത്തിക ബദൽ. അങ്ങനെയല്ലേ വന്നത്? ഗ്രാമങ്ങളുടെ ഒരു സാമ്പത്തിക ബദലുണ്ട്. There is no alternative. സാമ്രാജ്യത്വത്തിന്റെ ഒരു മുദ്രാവാക്യമാണ്. എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇല്ല ഞങ്ങൾക്ക് പകരം. അപ്പോഴാണ് ജനങ്ങളുടെ ഒരു പകരം മക്കൾ ടിന എന്ന് പറയുന്നു. ടിപ്പക്കെതിരെ ടിന. There is no alternative. ടിന എന്ന് പറഞ്ഞപ്പോ ടിപ്പ എന്ന് പറഞ്ഞു. There is people's alternative. ജനങ്ങളുടെ പകരം വെക്കലുണ്ട്. കേരളത്തിന്റെ പകരം വെക്കലായിരുന്നു സഹകരണ സ്ഥാപനങ്ങൾ. എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്, ഇടതുപക്ഷങ്ങൾക്കുണ്ട്. ഗ്രാമങ്ങളുടെ ഈ പകരം വെക്കൽ. എത്ര സർവീസ് സഹകരണ ബാങ്കുകൾ കേരളത്തിൽ വന്നു. എന്നാൽ ആ ബാങ്കുകളെ മുഴുവൻ ഊറ്റിക്കുടിച്ച് തങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് മാത്രമല്ല, പാർട്ടി മുതലാളിമാരുടെ സകലമാന തട്ടിപ്പുകൾക്കും വേണ്ടി ആ ബാങ്കുകളെ വിനിയോഗിക്കാൻ കരുവന്നൂർ ബാങ്ക് അടക്കം പരിശ്രമം നടത്തിയത് ഈ CPM ആണ്, ഈ പാർട്ടിയാണ്. എന്ന് മുതലാണ് എന്നോട് ഒരു സുഹൃത്ത്, അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത ഒരു സഹായിയായി നിന്ന് ഒരാൾ പറഞ്ഞത്, 1 മണിക്കൂർ ആ മനുഷ്യന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവസാനിപ്പിക്കാവുന്നതേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളൂ എന്നാണ്. എന്തെല്ലാം വിയോജിപ്പുകൾ ആ മനുഷ്യനുമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമേൽ പാർട്ടിയെ മുച്ചൂടും അഴിമതിയിലേക്ക് തള്ളിവിടുന്ന എല്ലാവരും ആരായില്ലാത്ത ഒരു തിരുവമ്പാടിയുടെ MLA ഉണ്ട്, തിരുവമ്പാടിയിലെ മുൻ MLA ഉണ്ട്, ജോർജ് എം തോമസ്. എത്ര കേസുകൾ നിങ്ങൾ ഏരിയ കമ്മിറ്റി മുതൽ മുഖ്യമന്ത്രിയെ വരെ, ക്ലിഫ് ഹൗസ് വരെ എടുത്തു പരിശോധിക്കും. തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, അതിക്രമങ്ങൾ, തോന്നിവാസങ്ങൾ. ഒരു മുഖ്യമന്ത്രി എന്താണ് റെസ്റ്റ് എടുക്കാൻ പോയതാണ് അല്ലേ? ആണല്ലോ. ഈ 2 ദിവസം കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒരു അമ്മയെ മകൻ കൊന്നിരിക്കുന്നു. നിങ്ങൾ വായിച്ചു ഇന്നലെ. എന്തെല്ലാം അതിക്രമങ്ങൾ, എത്ര കൊലപാതകങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ നടന്നു. പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഈ എന്താണ് രാജാവ് മഹാരാജാവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവർ ആ വകുപ്പിനകത്ത് മറ്റൊരാളെ ഇടപെടിക്കുന്നില്ല, നിഷ്ക്രിയമായി നിൽക്കുകയാണ്. ഇവിടെ രൂക്ഷമായ വെയിൽ. ഇവിടെ എന്നോട് സംഘാടകര് പറഞ്ഞു, പരിപാടി കൊള്ളാവോ, മഴ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പരിപാടി 2 ദിവസം മാറ്റി വെച്ചാൽ തിരക്കടില്ല, മഴ വരട്ടെ. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ആജാതി ചൂടാണ്. എന്തൊരു സൂര്യതാപമേറ്റ് ഭരിച്ചവർ എത്രയാണ്. മുഖ്യമന്ത്രി എവിടെയാണ്? മുഖ്യമന്ത്രി ലോകമുണ്ടാക്കിയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബാലം പറഞ്ഞ പോലെ വിശ്രമിക്കാൻ പോയതാണ്. ദൈവത്തിന് തുല്യമായിട്ട് ആ ലോകം ഉണ്ടാക്കിയതാണല്ലോ, വിശ്രമിക്കാൻ പോയതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റു സ്റ്റേറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പോലും ഓർക്കാതെ ഈ മനുഷ്യൻ യാത്ര പോയിരിക്കുകയാണ് എല്ലായിടത്തും. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയപ്പോ കുറെ കോൺട്രാക്ടർമാർ, നിങ്ങൾ ഈ കൊടുവള്ളിയിലൊക്കെ ഉമ്മർ വാശിയോട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുവള്ളിയിലും പരിസരത്തൊക്കെ ആലോചിച്ച നാദർ എസ്റ്റേറ്റ് മുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, യൂത്ത് ലീഗുകാരുണ്ടാവും, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാവും, DYFIക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എന്താണ് അവരൊക്കെ ഈ നിരന്തരം പൊതുപ്രവർത്തനത്തിനിടയിൽ അവർക്ക് ചെറിയ വരുമാനത്തിന്റെ ഒരു മാർഗം എന്താണെന്നറിയോ? കുറച്ചൊക്കെ മിടുക്കന്മാരായ ആളുകൾ അവർ പഞ്ചായത്തിൽ ചെറിയ ഇടപെടികൾ, ജില്ലാ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ചെറിയ ഒരു കലുങ്ക്, അതല്ലെങ്കിൽ ഒരു സ്കൂളിലെ എന്തെങ്കിലും ഒരു പണി, ആ പണി കിട്ടുമ്പോൾ
അവർ പഞ്ചായത്തിൽ അതിന് ടെൻഡർ കൊടുക്കും, എന്നിട്ട് ആ പണി അവരെടുക്കും. അതവരുടെ ജീവിതമാർഗമായിരുന്നു. ഗ്രാമങ്ങളിലെ സാധുക്കൾ ജീവിച്ചത് ഇത്തരം ചെറിയ ചെറിയ കോൺട്രാക്ടർ പണി എടുത്തിട്ടാണ്. പിന്നെ അവർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയാൽ അവർ PWD വർക്കുകൾ എടുക്കാൻ തുടങ്ങും. അങ്ങനെ ഈ നാട്ടിലൊക്കെ എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. ഈ പൂനൂരില് കുറച്ച് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നത് ആ പണം മാർക്കറ്റിൽ ഇറങ്ങും, ഇറച്ചി മാർക്കറ്റിൽ ഇറങ്ങും, മീൻ മാർക്കറ്റിൽ ഇറങ്ങും, അങ്ങാടിയിൽ ഇറങ്ങും. അതാണ് പൂനൂരിനെ സമ്പന്നമാക്കുന്നത്, പൂനൂരിന്റെ സാമ്പത്തിക വിനിമയത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്, ഒരു 10 കൊല്ലമായി പതുക്കെ ഈ കോൺട്രാക്ടർമാർ അവസാനിച്ചു. പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലുമുള്ള പണികളിൽ മഹാഭൂരിപക്ഷവും എടുക്കുന്നത് ഊരാലുങ്കലാണ്. ചെറിയ പണി മുതൽ വലിയ പണി വരെ. ഊരാലുങ്കലിന് വയനാട്ടിലേക്ക് പോകുന്നിടത്തൊരു വലിയ അവരുടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. അവിടെ നിന്ന് കല്ലും മണ്ണും നിമിഷ നേരം കൊണ്ട് അവർക്കൊരു ലോറിയിൽ കൊണ്ടുവന്ന് റോഡ് തീർക്കാം. പഞ്ചായത്ത് മെമ്പറും കണ്ടാൽ സുഖാണ്, പെട്ടെന്ന് പണി തീർന്നു കിട്ടും, ഉള്ളത് വൃത്തിയിൽ ചെയ്യും. പക്ഷെ ഫണ്ട് വേറെയാണ്, ഫണ്ട് കൂടുതലാണ്. ഓർക്കണം നിങ്ങൾ, പൊതുമരാമത്തിന്റെ മുഴുവൻ പണികളും പൂർണ്ണമായി ഏകദേശം ഊരാലുങ്കലിന്റെ കയ്യിലായി. താഴെ തട്ടിലുള്ള കോൺട്രാക്ടർമാർ മുതൽ കോടികൾ മുടക്കി അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങിവെച്ച കോടീശ്വരന്മാരായിട്ടുള്ള കോൺട്രാക്ടർമാർ വരെ, മലപ്പുറത്തും പെരുമ്പാവൂരിലും ഒക്കെയുള്ള കോൺട്രാക്ടർമാർ, ചെറിയ ഇടനിലക്കാർ, അവരുടെ കയ്യിലെ പണം ഈ മാർക്കറ്റിൽ ഉണ്ടാകുമായിരുന്നു. ആ പണം മുഴുവൻ ഇല്ലാതെ പോയിരിക്കുന്നു, നിലച്ചിരിക്കുന്നു. എന്നിട്ടോ എല്ലാ പണവും ഊരാലുങ്കലിന്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നിയമസഭയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു MLA എന്ന നിലക്ക് പൊതുവേദികളിൽ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഊരാലുങ്കലിലെ ഈ പണം എവിടെയാണ്, ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഏതൊക്കെ എന്നൊന്ന് പറയുമോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. സർക്കാരിന് കോടതിക്ക് കൊടുത്ത മൊഴി എന്തെന്നറിയോ? 82% ഗവൺമെന്റിന്റേതാണ് എങ്കിൽ അതിൽ ഓഡിറ്റിംഗ് ഉണ്ടോ? ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഞങ്ങൾ വിവരാവകാശം വെച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരുമോ? ഇല്ല. ഗവൺമെന്റിന്റെ പണമാണ് 82% ഈ നാട്ടിലെ കുട്ടികൾക്ക് പണി കൊടുക്കുമോ? ഇല്ല. ഗവൺമെന്റിന്റെ പണമാണെങ്കിൽ 82% PSC വഴി അവിടെ നിയമനം നടത്തുമോ? അതുമില്ല. എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്തുമോ? അതുമില്ല. അത് മുഴുവൻ പിണറായിയും ഊരാലുങ്കലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കള്ള കച്ചവടക്കാരും ഒരുമിച്ചു ചേർന്ന് തിന്നുകയാണ്. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ പുറത്ത് ഈ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് അദാനിയെ മോഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര അദാനിമാരെയാണ് പിണറായി വിജയനും CPM-കാരും കേരളക്കരയിൽ ഉണ്ടാക്കി വെച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ജാവേദ്കറിനെ EP ജയരാജൻ കാണുമ്പോൾ മറന്നുപോയ ചില ചോദ്യങ്ങളുണ്ട് സഖാക്കള്. എന്താ പറഞ്ഞത്? EP ജയരാജൻ ജാവേദ്കറെ കണ്ടു. ശരി, അതിന്റെ ബാക്കിയുള്ളൊക്കെ പോകട്ടെ. ആ സീനൊന്ന് നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടുന്നാ കാണുന്നത്? തിരുവനന്തപുരത്ത് എവിടുന്ന്? മകന്റെ ഫ്ലാറ്റിൽ നിന്ന്. എന്തായിരുന്നു പരിപാടി? മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷം. അതാരും ചർച്ചയില്ല. ജാവേദ്കറുടെ കാര്യം രണ്ടാമത് ചർച്ച ചെയ്യാം. തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ്. ആരുടെ മകന്? EP ജയരാജന്റെ മകന്. എന്തിനാണ് തിരുവനന്തപുരത്ത് EP ജയരാജന്റെ മകൻ ഒരു ഫ്ലാറ്റ്? അവൻ എന്താണ് തിരുവനന്തപുരത്ത് ബിസിനസ്? എന്താ പരിപാടി? ഇതുവരെ ജയരാജൻ പറഞ്ഞിട്ടില്ല എന്താ പരിപാടി എന്ന്. പറഞ്ഞിട്ടില്ല. മകന്റെ ബർത്ത്ഡേ. എന്നിട്ട് ജാവേദ്കറിനെ പോലെ BJPയുടെ ഒരു സ്പോക്സ്മാൻ പോകുന്ന വഴിയിലേ മകന്റെ ബർത്ത്ഡേ കൂടാൻ കേറുക. അല്ലെ EP ജയരാജന്റെ അടുത്ത് അങ്ങനെ വെറുതെ കയറി ഒരു ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് കൈയൊക്കെ കൊട്ടി പാടിയിട്ട് ഇയാൾ പോയി. നമ്മൾ വിശ്വസിച്ചോളാം സഖാക്കളെ. എന്തിനാണ് EP ജയരാജന്റെ മകൻ അവിടെ ഒരു ഫ്ലാറ്റ്? ആ ഫ്ലാറ്റ് ഇരിക്കുമ്പോൾ തന്നെ EP ജയരാജൻ എന്തിനാണ് AKG സെന്ററിൽ വേറെ ഒരു ഫ്ലാറ്റ്? ഇതൊക്കെ പാർട്ടിയുടെ ചെലവിലല്ലേ? എന്നാ ഒന്നുകൂടെ അറിഞ്ഞോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ, ആ വീണ ഈ സകല തട്ടിപ്പ് നടത്താൻ എക്സാലോജിക്കിന്റെ ബേസ് അഡ്രസ് തിരുവനന്തപുരം AKG സെന്ററാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഖാവിന് കോഴിക്കോട് CPM-ന്റെ ഓഫീസ് ഒരു ബാങ്ക് ലോൺ എടുക്കാൻ അഡ്രസ് കൊടുക്കുവോ? ഒരു ബാങ്ക് ലോൺ എടുക്കാൻ, ഒരു വീട് വെക്കാൻ കൊടുക്കോ? എന്നാൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഈ തട്ടിപ്പ് മുഴുവൻ നടത്താൻ ഉപയോഗിച്ച എക്സാലോജിക്കിന്റെ അഡ്രസ് തിരുവനന്തപുരം AKG സെന്ററാണ്. അറിയോ നിങ്ങള്? ആ AKG സെന്റർ EP ജയരാജനാവാം. ജാവേദ്കറെ കാണാൻ EP ജയരാജന്റെ ഫ്ലാറ്റില് ആർക്ക് വരാം? എന്താണ്? ജാവേദ്കർക്ക് EP ജയരാജനെ കാണാൻ ഇങ്ങോട്ട് വരാം. അതിൽ പിണറായി വിജയന്റെ ഒരു കമന്റ് ആയിരുന്നു ഏറ്റവും രസമായിട്ടുള്ളത്. ഇത് അറിഞ്ഞ ഉടനെ പിണറായി വിജയൻ പറഞ്ഞത് EP കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
എന്നുവെച്ചാൽ ഇത് പുറത്തറിയാൻ പാടില്ലായിരുന്നു എന്നാണ്. ഇത് രണ്ടാമത് ഉപരി പറയാൻ, ഞാൻ എത്ര തവണ ജാവ്ദേക്കറിനെ കണ്ടിട്ടുണ്ട്, അറിയാതെ പറഞ്ഞു പോയതാണ്. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു മുഖ്യമന്ത്രി ഇത്ര തവണ ജാവ്ദേക്കറിനെ കാണാനുള്ള കാര്യം? എന്തിനാണ് EP ജയരാജൻ കണ്ടുപോയതിൽ പ്രശ്നമില്ലല്ലോ, അതല്ലേ നടപടി എടുക്കാത്തത്? കണ്ടുപോയതിൽ പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ BJPയുമായി അവിശുദ്ധമായ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കുന്നുണ്ട്, ഇതിലൊരു സംശയമില്ല. ഹിമന്ത് ശർമ്മ, ആസാമിന്റെ മുഖ്യമന്ത്രി, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം BJP ഭരിക്കും. ഞാൻ എൻ്റെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും സ്നേഹപൂർവ്വം പറയാൻ, നിസ്സാരമായി നിങ്ങൾ അതിനെ കാണരുത്. എന്തുകൊണ്ടെന്നാൽ ആസാം കേരളത്തിന് സമാനമായ ഒരു സ്റ്റേറ്റാണ്. 40% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉള്ള ഒരു സ്റ്റേറ്റ്. എങ്ങനെയാ BJP ഭരിച്ചത്? 40% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന മൈനോറിറ്റി 40ന്റെ മുകളിലുള്ള ഒരു സ്റ്റേറ്റ് എങ്ങനെ BJP ഭരിച്ചു? ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലോർത്തുള്ളൂ, കേരളത്തിൽ നടക്കുന്ന ഈ വർഗീയ ധ്രുവീകരണമുണ്ടല്ലോ, BJP കർണാടകയിൽ വരുന്ന പോലെ, BJP മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വരുന്ന പോലെ ഒരു തരംഗം കൊണ്ട് പോക്കാവുന്ന വർഗീയതയല്ല. ഇത് അപകടം പിടിച്ച കളിയാണ്. ഈ കളി കേരളം അപകടകരമായ ഒരു മൂവിലേക്ക് പോവാണ്. അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് CPM ആണ്. തമിഴ്നാട് കർണാടകയിൽ നിങ്ങൾ ഓർത്തു നോക്ക്, BJP ഭരിച്ച സ്റ്റേറ്റ് ഒരു തരംഗം, 82% ഹിന്ദുക്കളുള്ള സ്റ്റേറ്റിനെ കോൺഗ്രസ് മനോഹരമായി തിരിച്ചു പിടിച്ചു. കാര്യം എന്ത്? അവിടുത്തെ വർഗീയത അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങില്ല. അത് ഒരു പടലം പോലെ നിൽക്കും, ഒരു തരംഗം കൊണ്ട് മാറ്റാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വരുന്ന വർഗീയത രൂഢമൂലമാം വിധം മനുഷ്യരിലേക്ക് ആഴ്ന്നിറങ്ങിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കുകൾ, നിങ്ങളുടെ ട്വിറ്ററുകൾ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എന്തുപയോഗിക്കുമ്പോഴും ഞാൻ പറയുന്നു, മനുഷ്യർ തമ്മിൽ അറുത്തുമാറ്റാൻ ഇടയാവുന്ന, സ്നേഹബന്ധങ്ങളെ പകുത്തുമാറ്റുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെസ്സേജുകളും നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറയുകയാണ്. അപകടകരമായ ഒരു കളി കേരളത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയുന്നതിനപ്പുറത്ത് ചില കർട്ടനുകളുണ്ട്. ആ കർട്ടനുകൾക്കപ്പുറത്ത് ഇവിടുത്തെ വൃത്തികെട്ട CPMന്റെ നേതൃത്വം അപകടകരമാം വിധത്തിൽ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ വർഗീയ ധ്രുവീകരണത്തിന് പറയിൽ വടകര മാത്രം നിങ്ങൾ ഓർത്തു നോക്ക്. എന്തിനാണ്? ഞാൻ ഇതിന്റെ ഇരയാണ്. വടകരയിൽ കാഫിർ എന്നാണ്. എന്നാൽ എന്റെ മണ്ഡലത്തില് സിറാത്തിന്റെ പാലായിരുന്നു. സിറാത്തിന്റെ പാലം ഞാൻ അന്നേ ഇവരോട് ചോദിച്ചു. എന്നെ നിങ്ങൾക്ക് അതിന്റെ പേരിൽ കുറെ പീഡിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നിയമസഭയിൽ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഉമർ ഭാഷയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ഇവരൊക്കെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുമ്പോൾ അവർക്ക് ഒരാടുന്ന് കുടിക്കും. എനിക്ക് പൈസ കൊടുക്കണം, കൊണ്ട് കയറാൻ പറ്റൂല. താമസിക്കുന്ന റൂമിന്റെ പൈസ 4 കൊല്ലം അനുഭവിച്ചതിന് കണക്കില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്നെ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? ഞാൻ എഴുതിയ നോട്ടീസാണ്. നോട്ടീസിലെ വാചകം എന്താണെന്ന് ഞങ്ങൾ സിറാത്തിന്റെ പാലം എന്നാണ്. ഒരു വിശ്വാസി അങ്ങനെ പറയൂ? നിങ്ങൾ വിശ്വാസികൾ ഒരുപാടില്ലേ ഇവിടെ? സിറാത്ത് പാലം എന്നല്ലേ പറയൂ? സിറാത്തിന്റെ പാലം എന്ന പ്രയോഗം എവിടെ ഉണ്ടാവുക? ഇതല്ല ഈ പാലം ഊരാലിങ്കൽ ഉണ്ടാക്കിയ പാലം എന്നൊക്കെ പറയുന്ന പോലെയാണ് സിറാത്ത് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയ പാലം. ഇവിടെ ഒരു മുസ്ലിം സിറാത്തിന്റെ പാലം എന്നല്ലേ എഴുതുക? കാഫിർ എന്നല്ലേ ഒരു വിശ്വാസി പറയുക? കാഫർ എന്ന് പറയുന്നു. വടകരയിലും അതേ തനിയാവർത്തന നോട്ടീസാണ്. എന്ന് വെച്ചാൽ എഴുതിയതിൽ പോലും ഒരു മുസ്ലിം ഇല്ല. എന്റെ നോട്ടീസ് ചീറ്റിപ്പോയി. 20% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ആ നോട്ടീസിന്റെ സാങ്കത്യം ആളുകൾ ചോദ്യം ചെയ്തതോടുകൂടി അതിൽ കോടതിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അത് തള്ളിപ്പോയി. പക്ഷെ വടകരയിൽ നിങ്ങൾ 40%-ലധികം മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് വർഗീയപരമായി അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വടകര താലൂക്ക് നിങ്ങൾക്കറിയാം, ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ പിന്നെയും കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് മനുഷ്യരെ തമ്മിൽ അകറ്റാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഈ പ്രയോഗം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ഓർത്തു നോക്കൂ, കാസർഗോഡ് കോൺഗ്രസിന്റെ ഉണ്ണിത്താൻ മത്സരിച്ചപ്പോ അവിടുത്തെ ലീഗുകാർക്ക് ആവേശമാണ്. ഉണ്ണിത്താൻ അവർ വിളിക്കുന്നത് ഉണ്ണിച്ചാന്നാണ്. കാസർഗോഡ് നിങ്ങൾക്ക് അറിയാം, ഇക്കാന്ന് നമ്മൾ വിളിക്കും, റഹീം ക എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ കാസർഗോഡ് റഹീം ചാന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഉണ്ണിത്താനെ അവർ ഉണ്ണിച്ച എന്ന് വിളിച്ചു. തളങ്കരയിൽ ഉണ്ണിത്താൻ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, തളങ്കര മുസ്ലിം പ്രദേശമാണ്, തന്റെ പൊട്ടുമായ്ക്കുന്ന ചിത്രമുണ്ടാക്കി. അപമാനിക്കുന്നത് ഉണ്ണിത്താനെയല്ല, പൊട്ടുമായ്ക്കുന്ന വായിച്ചില്ലെങ്കിൽ അവന് വോട്ടില്ല എന്നിവിടുത്തെ മുസ്ലിങ്ങൾ പറയുമെന്നാണ്. എന്തൊരു തോന്നിവാസമാണ്!
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം ലീഗുകാരൻ എവിടെയും UDF-ന്റെ ശക്തിയുടെ കൂടെ നിൽക്കുന്നവരാണ്. കഴിഞ്ഞ പാർലമെന്റ് സീറ്റിലെ 19 സീറ്റിൽ UDF ജയിക്കുമ്പോ മത്സരിച്ച് ഓരോരുത്തരും പറഞ്ഞു ലീഗാ ഞങ്ങൾ ജയിപ്പിച്ചത്. KPCC പ്രസിഡന്റ് സുധാകരൻ അടക്കം ഞങ്ങൾ ആകെ 2 സീറ്റിൽ ഇല്ലേ. ലീഗിന്റെ കൾച്ചർ അതല്ലേ? ആരാ മത്സരിക്കുന്നത് എന്ന് നോക്കിയാണോ? അവന്റെ ചിഹ്നം നോക്കി, അവന്റെ പാർട്ടിയെ നോക്കി, ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിക്കുന്നത് നോക്കി അല്ലേ? എന്നാൽ പൊട്ടുമായിച്ചാൽ മാത്രമേ വോട്ട് കൊടുക്കൂ എന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ഈ വിഭജനത്തിന്റെ അപകടം എന്താണ്? എത്രമേൽ അപകടകരമായ രാഷ്ട്രീയമാണ്. ഒരു കാര്യം CPM-കാർ ഓർത്തോ, നിങ്ങൾ ഈ കളിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനമുണ്ടല്ലോ, ഇവിടുത്തെ ഹിന്ദുമത തീവ്ര വിഭാഗം വിചാരിക്കുന്നത് എന്തിനാണ് ഇവന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ കൂടെ നിൽക്കുന്നത്? നേരെ തീവ്ര ഹിന്ദുത്വം പറയുന്ന BJP ചേർന്നാ പോരെ? അങ്ങനെയാ ചേരുന്നത് ആളുകള്. നിങ്ങളുടെ ബലം കുറയുന്നത് ആരടാ എന്ന് നീ ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞ് കണ്ണൂരിൽ BJP-ക്ക് നിൽക്കാൻ കഴിയുന്നത് നിന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയവർ അവിടെയുള്ളത്. നിനക്കറിയുമോ, കൂത്തുപറമ്പ് രക്തസാക്ഷിയുടെ കുടുംബത്തിൽ പോലും BJP ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ്? ഈ വികലമായ രാഷ്ട്രീയ നയം രാജ്യത്തെ അപകടപ്പെടുത്തുമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപകടപ്പെടുത്തും. ഞാൻ സ്നേഹമുള്ളവരോട് പറയട്ടെ, ഇവർക്കിതിൽ കഥയില്ലതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മത്സരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ വിനോദസഞ്ചാരം. ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ നിങ്ങൾ 1000 വട്ടം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ആ മനുഷ്യൻ കാണിച്ച വൃത്തികേട് ചെറുതല്ല. ആ മനുഷ്യൻ കാണിച്ച BJP വിധേയത്വം ചെറുതല്ല. ആ മനുഷ്യൻ കാണിച്ച നരേന്ദ്രമോദിയോടുള്ള ആഭിമുഖ്യം ചെറുതല്ല. അതങ്ങനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് സ്കൂളിന്റെ അവധി വരുമ്പോൾ ടൂർ പോകാൻ മാത്രം കുടുംബത്തിന്റെ നിസ്സാര പ്രശ്നമാണോ ഇത്? അല്ലല്ലോ. അതങ്ങനെ ആവട്ടെ, അവരങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ, ഇന്ത്യ തിരിച്ചു വരികയാണ്. രാഹുൽ ഗാന്ധിയെ കളിയാക്കിയവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ CPM-കാരടക്കം ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വീക്ഷിച്ചോ? രാഹുലിനെ ആരും കളിയാക്കണില്ല, പക്ഷെ മോദിയെ കളിയാക്കുന്നുണ്ട്. ട്രെൻഡ് മാറുകയാണ്. മോദിയെ കളിയാക്കുന്നുണ്ട്. കള്ളൻ എന്ന് വിളിക്കുന്ന വീഡിയോകൾ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പൊട്ടൻ എന്ന് പറയുന്ന വീഡിയോ ഇറങ്ങുന്നുണ്ട്. ദ്രൗപദിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വീഡിയോകൾ രാജ്യത്ത് മുഴുവൻ പ്രചരിക്കുന്നുണ്ട്. രാഹുലിന്റെ പ്രസംഗം എല്ലാ മീഡിയകളും പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട്. പ്രിയങ്ക പ്രസംഗിക്കുമ്പോൾ ഗൗരവത്തോടെ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും. ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് പോലും കോൺഗ്രസിന്റെ പിറകെ നടന്നാണ് BJP നിൽക്കുന്നത് എന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. BJP സെറ്റ് ചെയ്യുന്ന ട്രെൻഡിലാണ്, കോൺഗ്രസ് സെറ്റ് ചെയ്യുന്ന ട്രെൻഡിലാണ് BJP ചെന്ന് വീഴുന്നത്. എന്തേ രാഹുൽ അമേഠിയിൽ മത്സരിക്കാത്തത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യം. അത്രമേൽ രാഹുലിന്റെ പിറകെ നടക്കേണ്ടി വരുന്നു അവർക്ക്. കെജ്രിവാളിന് തിരിച്ചു വരവുണ്ടാക്കിയ ആവേശം ചെറുതല്ല. ബീഹാറിൽ നിതീഷ് കുമാറിന് എതിരായി വരുന്ന തരംഗങ്ങളും ചെറുതല്ല. വലിയ ശക്തമായ മുന്നേറ്റമാണ്. ബംഗാളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും കർണാടകയും ഒരുമിച്ച് നിന്നാൽ. എന്നാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കർണാടക ഇത്തവണ നിർണായകമാകും, ബീഹാർ ഇത്തവണ നിർണായകമാകും, മഹാരാഷ്ട്രയും രാജസ്ഥാനും നിർണായകമാകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP അടിപതറിക്കൊണ്ടിരിക്കുന്നത് UP-യിലാണ്. UP കൂടി തിരിഞ്ഞാൽ BJP തീർന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടേക്കാണ് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. UP-യിലടക്കമുള്ള ഒടുക്കുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ ഇത് ഇന്ത്യയാണെന്നും നമ്മുടെ ഇന്ത്യയാണെന്നും നമ്മളെല്ലാവരും ചേർന്ന ഇന്ത്യയാണെന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പോലെ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കാൻ മനസ്സില്ലാത്ത ആത്മവിശ്വാസമുള്ളവരാണ് നമ്മളെന്നും. നമ്മുടെ ഒരു മുസ്ലിം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അവരെഴുതിയ വൃത്തികേടുണ്ടല്ലോ, മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാവാതിരിക്കാൻ. ഈ വാക്ക് സംഘപരിവാരത്തിന് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാം തരം. എന്നാൽ പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ഒന്നാം തരം മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും മുന്തിയ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. CH പറഞ്ഞൊരു കാര്യമുണ്ട്, മണ്ണ് മണത്ത് നോക്ക്, ഞങ്ങളുടെ വല്യാപ്പയുടെ ചോരയുടെ മണമുണ്ട് ഈ മണ്ണിന്. എന്നെപ്പോലെ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരല്ല ഞങ്ങൾ, എന്നെപ്പോലെ ഈ രാജ്യത്തിന്റെ പിറകിൽ നിന്ന് കുത്തിയവരല്ല ഞങ്ങൾ. ഈ രാജ്യത്തിലെ ഒന്നാം തരം പൗരന്മാരായി ജീവിച്ച മണ്ണിൽ മരിക്കുന്നത് വരെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കാവും എന്ന് മാത്രം ഹൃദയംഗമമായി നിങ്ങളോട് അഭിപ്രായപ്പെട്ടുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു. ജയൻ.